സ്ത്രീകൾ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് കൊണ്ടാണോ ഒരു കൂട്ടം ആളുകൾ വാഴ 3 എന്ന ചിത്രത്തെ മുൻവിധിയോടെ കാണുന്നത് എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വാദത്തിന് വലിയ അടിസ്ഥാനമില്ലെന്ന് കാണാം. ശക്തമായ പ്രമേയമുണ്ടെങ്കിൽ ലിംഗഭേദമന്യേ സിനിമകളെ നെഞ്ചിലേറ്റിയ പാരമ്പര്യമാണ് മലയാളി പ്രേക്ഷകർക്കുള്ളത്. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽക്കേ സ്ത്രീ ജീവിതത്തിന്റെ ആഴവും സംഘർഷങ്ങളും വെള്ളിത്തിരയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചെമ്മീൻ, അവളുടെ രാവുകൾ തുടങ്ങിയ ചിത്രങ്ങൾ അക്കാലത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പിന്നീട് 80കളിൽ ഭരതൻ, പത്മരാജൻ സിനിമകളിലൂടെ സ്ത്രീകളുടെ വൈകാരിക ലോകത്തിന് സവിശേഷമായ പരിഗണന ലഭിച്ചു. 90കളിൽ മണിച്ചിത്രത്താഴ് എന്ന വിസ്മയത്തിലൂടെ ശോഭനയും, കന്മദം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മഞ്ജു വാര്യരും സ്ത്രീ കഥാപാത്രങ്ങളുടെ കരുത്ത് ബോക്സ് ഓഫീസിൽ തെളിയിച്ചവരാണ്. വൈശാലി പോലെ സ്ത്രീ കേന്ദ്രീകൃതമായ ഇതിഹാസ കാവ്യങ്ങളും മലയാളി ആഘോഷമാക്കിയിട്ടുണ്ട്. 2000ത്തിന്റെ തുടക്കത്തിൽ നോട്ട്ബുക്ക് പോലുള്ള ചിത്രങ്ങൾ പെൺ സൗഹൃദങ്ങളെയും കൗമാരത്തെയും മനോഹരമായി ആവിഷ്കരിച്ചു. തുടർന്ന് 22 ഫീമെയിൽ കോട്ടയം, എൽസമ്മ എന്ന ആൺകുട്ടി, ഗദ്ദാമ, കളിമണ്ണ് തുടങ്ങിയ സിനിമകൾ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ സ്ത്രീ ജീവിതങ്ങളെ സത്യസന്ധമായി അവതരിപ്പിച്ചു. മഞ്ജു വാര്യരുടെ രണ്ടാം വരവ് അടയാളപ്പെടുത്തിയ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ ഈ മാറ്റത്തിന് പുതിയ ഊർജം നൽകി. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ കഥ പറഞ്ഞ ഉയരെ, നഴ്സുമാരുടെ അതിജീവന പോരാട്ടം വരച്ചുകാട്ടിയ ടേക്ക് ഓഫ്, പെൺയാത്രകളുടെ കഥ പറഞ്ഞ റാണി പത്മിനി എന്നിവയെല്ലാം മലയാളികൾ ഏറ്റെടുത്ത ചിത്രങ്ങളാണ്. സമീപകാലത്തേക്ക് വരുമ്പോൾ ഈ മാറ്റം കൂടുതൽ വിപ്ലവകരമാണ്. ഓ ശാന്തി ഓശാന, ജൂൺ, സൂപ്പർ ശരണ്യ എന്നിവ പെൺകുട്ടികളുടെ സ്വത്വവും ആഗ്രഹങ്ങളും ലളിതമായി അവതരിപ്പിച്ചപ്പോൾ ഹെലൻ, ഉള്ളൊഴുക്ക്, ജയ 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 ഹേ തുടങ്ങിയ ചിത്രങ്ങൾ ഗൗരവമേറിയ പ്രമേയങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ടു. കേവലം കുടുംബ പുരാണങ്ങൾ എന്നതിനപ്പുറം ക്രൈം ത്രില്ലറുകളിലും സ്ത്രീകൾ ഇന്നും മുൻനിരയിലുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളായ സൂക്ഷ്മദർശിനി, പിന്നെ ബോക്സ് ഓഫീസിൽ കോടികൾ വാരിക്കുട്ടിയ ലോക എന്നീ ചിത്രങ്ങൾ ഇതിന് മികച്ച ഉദാഹരണമാണ്. ഈ ചിത്രങ്ങളുടെ എല്ലാം വിജയം തെളിയിക്കുന്നത് സ്ത്രീകൾ നയിക്കുന്നു എന്നത് ഒരു സിനിമയെ തള്ളിക്കളയാനുള്ള കാരണമേ അല്ല എന്നാണ്. പകരമായി ആ സിനിമ സംവദിക്കുന്ന വിഷയത്തിന്റെ ആഴവും അവതരണത്തിലെ മികവുമാണ് ഏതൊരു ചിത്രത്തെയും പോലെ ഇവിടെയും വിലയിരുത്തപ്പെടേണ്ടത്. പ്രമേയം പ്രേക്ഷകരുമായി സംവദിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമയായാലും മലയാളി സ്വീകരിക്കുക തന്നെ ചെയ്യും. വാഴയുടെ സംവിധായകൻ വിപിൻ ദാസ് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയതോടെ ഈ ചർച്ചകൾക്ക് കൂടുതൽ തെളിച്ചം ലഭിച്ചിട്ടുണ്ട്. ഇനിയും ആൺകുട്ടികളെ കുറിച്ച് തന്നെ പറയുന്നത് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ ആകുമെന്നും അതിനാൽ 90കൾ മുതലുള്ള പെൺകുട്ടികളുടെ ജീവിതം വെള്ളിത്തിരയിൽ എത്തിക്കാനാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. സ്ത്രീകളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന വാഴ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രമേയമായിരിക്കും ഇതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പുതിയൊരു സിനിമാ അനുഭവത്തിനുള്ള സൂചനയാണ് നൽകുന്നത്.